ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനായി മല്ലികാർജുൻ ഖർഗെയെ തെരഞ്ഞെടുത്തു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മുന്നണിയുടെ അധ്യക്ഷനാവുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിനെ തന്നെ ആ ചുമതലയേൽപ്പിക്കാൻ മുന്നണി തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുന്നതിനിടെയാണ് ഇന്ന് നിർണായകമായ യോഗം നടന്നത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മല്ലികാർജുൻ ഖർഗെയെ ഉയർത്തിക്കാട്ടണമെന്ന് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ള പ്രമുഖ ഇന്ത്യ മുന്നണി കക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യത്തോട് നിതീഷ് കുമാറിന് അതൃപ്തി ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനിടയിലാണ് ഈ യോഗം നടന്നത്. പക്ഷേ അതെല്ലാം വെറുതെ എന്നതാണ് പിന്നീട് ഈ യോഗത്തിൽ തെളിഞ്ഞത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ മുന്നണി വളരെ ഭംഗിയായി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ തുടർ ചർച്ചകളും ഇന്ന് നടന്നിരിക്കുന്നു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് ഒരുങ്ങിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്നത് ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല വാർത്ത തന്നെയാണ്. ഇതെല്ലാം കോൺഗ്രസിൻ്റെയും പാർട്ടി അധ്യക്ഷൻ ഖർഗെയുടെയും വളരെ തന്ത്രപരവും സ്നേഹപരവുമായ ഇടപെടൽ കൊണ്ടാണെന്ന് വ്യക്തമായതോടെ ഖർഗെ തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് വന്നതോടെയാണ് മുന്നണി ഒറ്റ സ്വരത്തിൽ ആ തീരുമാനത്തിൽ എത്തിയത്. മല്ലികാർജുൻ ഖർഗെ എന്ന നേതാവിൻ്റെ അനുഭവ സമ്പത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വതയും തന്നെയാണ് അദ്ദേഹത്തെ ഈ പദവിക്ക് യോഗ്യനാക്കിയത്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന കാര്യത്തിലായാലും ഉപദേശിക്കുന്ന കാര്യത്തിലായാലും ഖർഗെ കാണിക്കുന്ന പക്വത അത് വളരെ വലുതാണ്. അതാണ് ഇന്ത്യ മുന്നണിയുടെ കരുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഇന്ത്യ സഖ്യയോഗത്തിലാണ് ഇന്നത്തെ തീരുമാനം എല്ലാം എടുത്തത്. യോഗത്തിൽ ഓൺലൈനായിട്ടാണ് കക്ഷികൾ പങ്കെടുത്തത്. നിതീഷ് കുമാറിനെ കൺവീനറായി തീരുമാനിച്ചേക്കുമെന്നൊരു സൂചന പുറത്തു വന്നതോടെയാണെന്ന് പറയുന്നു. മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഏതായാലും ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് തന്നെ മുന്നണിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയത് വളരെ ഗുണം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ യാത്ര മുന്നണിയുടേത് കൂടിയാക്കാൻ ഖർഗെക്ക് കഴിയുമെന്ന് ഉറപ്പായിരിക്കുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിലേക്ക് മുന്നണിയിലെ കക്ഷികളെ മല്ലികാർജുൻ ഖർഗെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാണിത്. മുന്നണിയിൽ എത്രത്തോളം കക്ഷികൾ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അങ്ങനെയാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാവ് അധ്യക്ഷനാകുന്നതാണ് ഏറ്റവും നല്ലത്. പ്രാദേശിക പാർട്ടി നേതാക്കൾക്ക് പ്രാധാന്യം നൽകുന്നതോടെ മുന്നണിയുടെ ദേശീയ തലത്തിലുള്ള ശക്തി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് മല്ലികാർജുൻ ഖർഗെ തന്നെയാണ് ഏറ്റവും യോജിച്ചത് എന്ന് മുന്നണി കണ്ടെത്തുകയായിരുന്നു. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അംഗീകാരം തന്നെയാണ്.